ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ എന്തും ചെയ്യും. ചെയ്യിപ്പിക്കും ഞാൻ. മരുമകളുടെ താലി സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ നിൽക്കുന്നൊരമ്മ. വായിച്ചോ? മുഴുവൻ വായിച്ചോ? ഇല്ല, കുഴപ്പമില്ല. യെസ്, ഇത് കള്ളാണ്. ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നതാണ് ജയാറിന് ഇഷ്ടം. അപ്പോഴല്ലേ ജീവിതത്തിനൊരു ത്രില്ലുള്ളൂ. അച്ഛനിപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കാരണം എന്താണെന്ന് എനിക്കും അമ്മയ്ക്കും അറിഞ്ഞുകൂടാ. പക്ഷെ എന്തിന്റെ പേരിൽ അച്ഛൻ കൂടെ നിന്നാലും അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. ആണോ? പക്ഷേ അതിന് താഴെ ഒപ്പിട്ടിരിക്കുന്നത് എന്റെ അച്ഛന്, മിസ്റ്റർ രഘു. നിത്യേ, ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ എന്തും ചെയ്യും. ചെയ്യിപ്പിക്കും ഞാൻ. മരുമകളുടെ താലി സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ നിൽക്കുന്നൊരമ്മ. പക്ഷെ സംഭവിക്കാൻ പോകുന്നതോ, ആ അമ്മയ്ക്ക് സ്വന്തം താലി നഷ്ടപ്പെടും. ദേ ഈ കടലാസ് ഉണ്ടല്ലോ, അധികം വൈകാതെ എവിടെ അമ്മയുടെ കയ്യിലെത്തും. അച്ഛൻ അയക്കുന്ന ഡിവോഴ്സ് നോട്ടീസ്. അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം എല്ലാവർക്കും അറിയാവുന്നതാ. ഒരു കാരണവശാലും അവര് തമ്മിൽ വേർപിരിക്കരുത്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, പ്ലീസ്. അവരെ വേർപിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് നിർബന്ധമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മയുടെ താലി സംരക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് മാന്യമായൊരു ചോദ്യം. നിത്യ,
നീ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ ഈ ഹൃദയത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കൂടെ ജീവിക്കുമ്പോ നീ ഒരുത്തനെ മനസ്സിൽ കൊണ്ട് നടന്നു അല്ലേടി? നീ അവനെ പ്രണയിച്ചു. എന്റെ അസാന്നിധ്യത്തിൽ അവനെ വിവാഹം കഴിച്ച് അവനോടൊപ്പം ജീവിച്ചു. എന്റെ ബർത്ത്ഡേക്ക് എത്തിയ എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ എന്താ ചെയ്തേ? നീ എന്റെ ഭാര്യയല്ല, അവന്റേതാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജീവന്റെ കണക്ക് പുസ്തകത്തില് ഒരുവൻ പലവട്ടം മരിക്കേണ്ട കാരണങ്ങൾ ഏതൊക്കെ? എന്നിട്ട് നീ ജീവിച്ചു. കാരണം എന്താ? നീ ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിനക്ക് ചുറ്റുമുള്ളവരൊക്കെ, നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നീ തീരുന്നത് വരെ നിനക്കൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ലോകം ജയിച്ചവനെന്ന് വാഴ്ത്തിപ്പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ തോറ്റുപോയത് നിന്റെ മുന്നിൽ മാത്രമാ. പക്ഷെ എനിക്ക് പറ്റില്ല. ആ തോൽവി ഇനി ഏറ്റുവാങ്ങാൻ ജയാറിന് പറ്റില്ല. ഇപ്പൊ നിനക്ക് തീരുമാനിക്കാം, അമ്മയും അച്ഛനും ഭാര്യ ഭർത്താക്കന്മാരായി ഇനി തുടരണോന്ന്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിച്ച ഈ നോട്ടീസ് കോടതിയിലേക്ക് പോവാതെ ഞാൻ നോക്കാം. ഇത് എവിടെയുണ്ട്? അനുസരിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ സുജാതയും രഘുവും എന്നേക്കുമായി പിരിയും. ദേ, നീ തീരുമാനിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കി. അച്ഛന്റെ വക്കീൽ നോട്ടീസ് അമ്മയുടെ കയ്യിൽ കിട്ടുന്ന ദിവസമുണ്ടല്ലോ, അമ്മ ദേ തളർന്നു വീഴും. കാരണം എന്താ? അത്രയ്ക്ക് അമ്മ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. അത് വേണോ? പിന്നെ ആ വീഴ്ചയിൽ നിന്നും അമ്മ ഒരിക്കലും എഴുന്നേക്കില്ല കേട്ടോ. നീ ജീവനെ പോലെ സ്നേഹിച്ച നിന്റെ അമ്മയ്ക്ക് നീ പകരം കൊടുക്കുന്ന കൂലിയാണത്. ഞാൻ എന്താ ചെയ്യണ്ടേ? സിമ്പിൾ. മധുരനും